മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 7 വാക്കുകൾ ആചാരത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം. 7 വാക്കുകൾ എന്താണ്? മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ. നിങ്ങൾ തന്നെത്താനെ നോട്ട് എഴുതി ഉണ്ടാക്കുക. ഞാൻ പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികളോടാണ് പറയുന്നത്. ഒരു മന്ത്രം കേൾക്കുക, പ്രാർത്ഥിക്കുക, നല്ല പാട്ട് കേൾക്കുക, കഥകൾ കേൾക്കുക, നല്ല അനുഭവങ്ങൾ കേൾക്കുക. കഥകൾ, പുരാണത്തിലെ കഥകൾ, അനുഭവങ്ങൾ, മഹാഭാരതത്തിലെയും വാൽമീകി രാമായണത്തിലെയും അനുഭവങ്ങൾ, ഉപദേശങ്ങൾ. പുരാണത്തിലുണ്ട്, മഹാഭാരതത്തിലുണ്ട്, രാമായണത്തിലുണ്ട്, വേദത്തിലുണ്ട് ഉപദേശങ്ങൾ. അപ്പൊ കഥകൾ കേൾക്കുക, അനുഭവങ്ങൾ കേൾക്കുക, ഉപദേശങ്ങൾ കേൾക്കുക, ജീവിത സത്യങ്ങൾ കേൾക്കുക. അതുപോലെ മന്ത്രങ്ങൾ കേൾക്കുക, പഠിക്കുക, അനുഗ്രഹിക്കുക, അഭിനന്ദിക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് മനസ്സിന് നന്മ വരുത്താനുള്ള ആചാരങ്ങൾ. ശരീരത്തിന് ആരോഗ്യം വരുത്താനുള്ള ആചാരങ്ങൾ. രണ്ടാമത്തെ പോയിന്റ്. 1 മനസ്സ്, 2 ശരീരം. ആൽമരത്തിന് പ്രദക്ഷിണം വയ്ക്കുക, അമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കുക, രാവിലെ 5:30 മുമ്പ് എഴുന്നേൽക്കുക, കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കുക, ഹാർട്ട് ബാലൻസ്ഡ് ആവാൻ. നമ്മൾ ഭൂമി തൊട്ട് കയ്യിൽ വയ്ക്കുക, തലയിൽ വയ്ക്കുക, ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. രാവിലെ പല്ല് തേക്കുക, പല്ല് ക്ലീൻ ആവാൻ, നാക്കൊടിക്കുക. ആചാരത്തിന്റെ ഭാഗമാണത്. നാക്ക് ക്ലീൻ ആവാൻ, കുളിക്കുക, ശരീരം ക്ലീൻ ആവാൻ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എണ്ണ തേച്ച് കുളിക്കുക, നമ്മുടെ സ്കിൻ പ്രൊട്ടക്ട് ചെയ്യാൻ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇരുമ്പ് ചീനച്ചട്ടിയിൽ, ശനിയാഴ്ച ദിവസമാണ് പണ്ട് ചെയ്തിരുന്നത്, അനീമിയ വരാതിരിക്കാൻ ഇരുമ്പ് ചീനച്ചട്ടിയിൽ മെഴുക്കുരട്ടിയോ തോരനോ ഉണ്ടാക്കി കഴിക്കാൻ, അനീമിയ വരാതിരിക്കാൻ. ധാരാളം ആചാരങ്ങൾ, ശരീരത്തിൻ്റെ ആരോഗ്യത്തിനുള്ള ആചാരങ്ങളുണ്ട്. അതിൽ മനസ്സിന് നന്മ വരുത്തുന്നതും ചേർക്കാം, ശരീരവും മനസ്സും ചേർക്കാം. അപ്പോൾ ആചാരങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ മൈൻഡ്, പിന്നെ ബോഡി, പിന്നെ ഫാമിലി, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം, അച്ഛൻ അമ്മ തമ്മിലുള്ള ബന്ധം, അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം, ഈ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കാനുള്ള വിഷു കൈനീട്ടം, ദീപാവലിക്ക് നമസ്കരിക്കുക, ഓണപ്പുടവ വാങ്ങിക്കുക, ജന്മദിനം ആഘോഷിക്കുക, ഒരുമിച്ച് തീർത്ഥയാത്ര പോവുക, അച്ഛനെയും അമ്മയും ഈശ്വര തുല്യരായിട്ട് കാണുക. നമ്മുടെ വീട്ടിൽ അമ്മ മക്കൾക്ക് ചോറ് വിളമ്പി കൊടുക്കുക, ഭാര്യ ഭർത്താവിന് ചോറ് വിളമ്പി കൊടുക്കുക. നമ്മുടെ വീട്ടിനകത്ത് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന സ്ഥലമാണ് കുടുംബം എന്ന ബോധം ഉണ്ടാവുക. ധാരാളം ആചാരങ്ങളുണ്ട്. മൈൻഡ്, ബോഡി, ഫാമിലി. അടുത്തത് കൾച്ചർ ആൻഡ് സൊസൈറ്റി. കൾച്ചർ വേറെ വേണമെങ്കിൽ വേറെ. നമ്മുടെ സംസ്കാരം പഠിപ്പിക്കുക. രാമായണത്തിലെ കുറേ അനുഭവങ്ങൾ, മഹാഭാരതത്തിലെ കഥകളും അനുഭവങ്ങളും, പുരാണത്തിലെ കഥകൾ, അതേപോലെ ക്ഷേത്രകലകൾ, ക്ഷേത്രവാദ്യങ്ങൾ, ക്ഷേത്ര സംഗീതം, ക്ഷേത്ര സാഹിത്യം, ഇങ്ങനെയുള്ളതെല്ലാം കലാപരമായിട്ടുള്ള 100 കണക്കിന് 1000 പൈതൃകം നമുക്കുണ്ട്. അത് ഒരെണ്ണമെങ്കിലും പഠിപ്പിക്കുക. നിങ്ങൾ ഒരെണ്ണമെങ്കിലും നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക, അതിനായിട്ട് പ്രവർത്തിക്കുക. കഥകളിയാണെങ്കിലും, ഓട്ടംതുള്ളലാണെങ്കിലും, ഡാൻസ് ആണെങ്കിലും, കർണാടക സംഗീതമാണെങ്കിലും, കീർത്തനങ്ങളാണെങ്കിലും, ഫോക്ക് ഡാൻസ് ആണെങ്കിലും, നമ്മുടെ പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ട സാംസ്കാരിക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ, പ്രചരിപ്പിക്കാൻ എവരി ഹിന്ദു 1 മിഷൻ, ഈച്ച് ഹിന്ദു 1 മിഷൻ. ഓരോ ഹിന്ദുവിനും ഒരു മിഷൻ ഉണ്ടാവണം. ഓരോ ഹിന്ദുവിനും ഒരു മിഷൻ ഉണ്ടാവണം. അതേപോലെ തന്നെ നോക്കുക, സമൂഹത്തിൽ എല്ലാ ഹൈന്ദവ ജനതയും ഒരുമിച്ച് കൊണ്ടുവരിക. അടുത്ത കാലത്ത് NSSന്റെ കുറേ അമ്പലങ്ങളിലേക്ക് ഞാൻ പ്രഭാഷണത്തിൽ പോയിരുന്നു. പാമ്പാടിയിലും NSSന്റെ എത്ര SNDPക്കാരും പുലയ മഹാസഭക്കാരും നാടാരും നമ്പൂതിരിമാരും അവിടെ വന്നിരുന്നേ അറിയോ? എല്ലാ വിഭാഗക്കാരും വന്നിരുന്നു. ഇതിലെ SNDPയുടെ പ്രോഗ്രാമിന് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എല്ലാ വിഭാഗക്കാരും വരാറുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, ഞാൻ മതത്തിനെ കുറിച്ച് പറയുന്നു എന്ന് ആർക്ക് തോന്നിയാലും എനിക്ക് ഒരു വിരോധമില്ല. ക്രിസ്ത്യാനികൾ എന്ന രീതിയിൽ എന്ത് ചെയ്താലും ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. മുസ്ലിങ്ങൾ ഇലക്ഷനും വോട്ട് പിടിക്കാനും ഉൾപ്പെടെ മതത്തെ മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുമ്പോൾ പോലും ഓർമ്മിക്കുക, ആർക്കും ഒരു പ്രശ്നമില്ല. ഹിന്ദു എന്ന് പറഞ്ഞ ഹൈന്ദവ ജനതയുടെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അത് വർഗീയമാവുക, അത് കാവ്യവൽക്കരണമാവുക, പിന്തിരിപ്പനാവുക, മതാധിഷ്ഠിത തീവ്രവാദമാവുക. മറ്റുള്ളവർ എന്ത് ചെയ്താലും ആർക്കും ഇവിടെ ഒരു കുഴപ്പമില്ല. അപ്പം നമ്മളെക്കുറിച്ച് തന്നെ തല ഉയർത്തി അഭിമാനത്തോടു കൂടി പറയണ്ടേ. ഇപ്പൊ സമൂഹത്തിൽ നമ്മൾ തമ്മിൽ അനൈക്യം ഉണ്ടാവരുത്.
സംഘടന കൊണ്ട് ശക്തരാകുവിൻ. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. സംഘടന കൊണ്ട് ശക്തരാവണം. ഒരു അമ്പലം ഭരിക്കുന്നവർ ഒരുമിച്ച് നിൽക്കണം. ഹിന്ദുക്കളാണ്, മാർക്സിസ്റ്റ് പാർട്ടിക്കാരുണ്ടാവാം, കോൺഗ്രസ്സുകാരുണ്ടാവാം, ഒക്കെ ഒരുമിച്ച് ഒറ്റക്കെട്ട്. അമ്പലത്തിൻ്റെ ലക്ഷ്യം എന്തോ അത്. ആശ്രമത്തിൻ്റെ ഭരണാധികാരികൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. NSSൽ തന്നെ ഒരു യൂണിറ്റിൽ പല രാഷ്ട്രീയ ചായ്വുള്ളവരുണ്ടാവും. പക്ഷെ അതിൻ്റെ വളർച്ചയ്ക്ക് NSS ഒരുമിച്ച് പ്രവർത്തിക്കണം. അവർ തന്നെ മറ്റ് സംഘടനകളുടെ പ്രവർത്തനത്തിൽ ഉത്തരവാദിത്വം എടുക്കാതെ സപ്പോർട്ടിംഗ് ആയിട്ട് വർക്ക് ചെയ്യണം. SNDPക്കാർ വിവിധ വീക്ഷണങ്ങളുള്ളവരുണ്ടാവും. അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്ത് ഭംഗിയായിട്ടുള്ള കാഴ്ചയാണ്. ഇപ്പോൾ സംഘടന സൊസൈറ്റിയിൽ, പിന്നെ കൂട്ടത്തിൽ വേദനിക്കുന്നവരും വിശക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. കഴിയുന്നത്ര ഹിന്ദുക്കളെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ക്രിസ്ത്യാനികൾക്ക് കൊടുക്കാൻ ആൾക്കാരുണ്ട്, മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ ആൾക്കാരുണ്ട്. നമുക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മളുടെയാണ് അത്ഭുതം തോന്നുന്നത്. പുട്ടപർത്തിയിലെ ആശുപത്രിയിൽ ഫ്രീ ഹാർട്ട് സർജറി ഉണ്ട്. 95% മലപ്പുറത്തെ കോഴിക്കോട് മുസ്ലിങ്ങൾ വന്നിട്ടാണ് ഫ്രീ ഹാർട്ട് സർജറി നടത്തുന്നത്, സായിബാബയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും സായി സേവാ സമിതിക്കാർ അതിൽ നിന്ന് ഒരു പാഠവും പഠിച്ചിട്ടില്ല. നമ്മൾ അറിയേണ്ടതാണ് ഇതൊക്കെ. എന്നാൽ ഹിന്ദുക്കളെ സഹായിച്ചാൽ പോരെ? ഹിന്ദുക്കളുടെ പൈസയല്ലേ അത്? എന്തിനാ മറ്റു മതസ്ഥർക്ക് കൊടുക്കുന്നത്? അതല്ല, സായി സേവാ സമിതിയിൽ പങ്കെടുത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കൊടുക്കണം. അവിടെ വരുന്നത് തന്നെ പരമാവധി അതിൽ പ്രയോജനപ്പെടുത്തിയിട്ട് അതിനെതിരെ പ്രവർത്തിക്കാനും അവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് വയ്ക്കാം. എക്സെപ്ഷനിൽ കുറച്ച് പേരുണ്ടാവും കേട്ടോ, എല്ലാവരെയും ഞാൻ ഒരേ കാറ്റഗറി പെടുത്താനില്ല. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കാനുള്ള ആചാരങ്ങൾ, മനസ്സിന് നന്മ വരുത്താനുള്ള ആചാരങ്ങൾ, ശരീരത്തിന് ആരോഗ്യം വരുത്താനുള്ള ആചാരങ്ങൾ, കുടുംബ ബന്ധം ദൃഢമാക്കാനുള്ള ആചാരങ്ങൾ, സാംസ്കാരിക മൂല്യത്തിനുള്ള ആചാരങ്ങൾ, സമൂഹത്തിൽ ഐക്യം വർദ്ധിപ്പിക്കാനുള്ള ആചാരങ്ങൾ, രാഷ്ട്രത്തിൻ്റെ ഉദ്ഗ്രഥനത്തിനുള്ള ആചാരങ്ങൾ. നമ്മൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ എല്ലാ സംസ്ഥാനത്തിലുള്ളവരും വരുന്നു. കാശിയിലേക്കും ഗയയിലേക്കും പോകുമ്പോൾ ഗംഗേ ജയമുനേ ശിവ ഗോദാവരി സരസ്വതി എന്ന മന്ത്രം പറയുമ്പോൾ അയോധ്യ മധുരാമായ കാശി കാഞ്ചി അവന്തിക, ഈ മന്ത്രങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഐക്യമാണ്. നമ്മുടെ ദേശീയ ഗാനത്തിൽ അങ്ങനെയല്ലേ? പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കലവംഗ ഇന്ത്യ ഹിമാചല യമുന ഗംഗ. എന്ത് ഭംഗിയായിട്ടാണ് ദേശീയ ഗാനത്തിൽ. അത് തന്നെയല്ലേ ഇവിടെ? അയോധ്യ മധുരാമായ കാശി കാഞ്ചി അവന്തിക പുരി ദ്വാര ജവതി ജൈവ ഗംഗേ ജയമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി. ഒക്കെ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനുള്ള മന്ത്രങ്ങളാണ്. ഇങ്ങനെ 6 പോയിന്റ് പറയണം: മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം. ഇങ്ങനെ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചു നോക്കൂ. ഒരു ദിവസം കൊണ്ട് ആചാരം പഠിക്കുകയാണ്. ഇനി 7-8 പോയിന്റ് അനാവശ്യമായിട്ടുള്ള കുറേ ആചാരങ്ങളുണ്ട്. മകം പറന്ന മങ്ക, അങ്ങനെ ഒരു മങ്കയൊന്നുമില്ല. പൂരം പറന്ന പുരുഷൻ, അങ്ങനെ ഒരു പുരുഷനും ഇല്ല. ധനാകർഷണ ഭൈരവ യന്ത്രം വയ്ക്കുക. അതേപോലെ തന്നെ ചരട്, എല്ലാവരും ചരട് കിട്ടിയോണ്ട് പ്രയോജനമൊന്നുമില്ല. വിശ്വാസമുള്ളവർക്ക് അത് കുറച്ചൊക്കെ വർക്ക് ചെയ്യും. പലമ്പിരി ശംഖ് വീട്ടിൽ വയ്ക്കുക. ഇതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാതെ അതുകൊണ്ട് ഐശ്വര്യം വരുമെന്ന് ധരിക്കുന്നതാണ് അബദ്ധം. അതുകൊണ്ട് ഐശ്വര്യം വരണമെങ്കിൽ നിരന്തരം പ്രയത്നിക്കണം, പ്രവർത്തിക്കണം. അങ്ങനെ ഐശ്വര്യം വരുള്ളൂ. അല്ലാണ്ട് ശംഖ് വെച്ചാൽ ഐശ്വര്യം വരും, രുദ്രാക്ഷം വെച്ചാൽ ഐശ്വര്യം വരും. രുദ്രാക്ഷം വെച്ചാൽ പാപം പോകും. ഒരു രുദ്രാക്ഷം കണ്ടാൽ ഒരു ദിവസത്തെ പാപം പോകും എന്നാ പറഞ്ഞേ. അങ്ങനെയാണ് ഈ പൂജപ്പുരം സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയിട്ട് രുദ്രാക്ഷം വെച്ചാൽ പോരെ? ആ പാപികളെ മുഴുവനും പാപം കളയാനായിട്ട്. ഒരാൾ എന്നെ ഭയങ്കര അവഹേളിച്ചുകൊണ്ട് പറയുകയുണ്ടായി. രുദ്രാക്ഷ ജാപാല ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നും ഗോപാലകൃഷ്ണൻ വായിക്കാതെ കയ്യടിക്ക് വേണ്ടിയിട്ടാണ് രുദ്രാക്ഷത്തിനെതിരെ പറഞ്ഞതെന്ന്. രുദ്രാക്ഷ ജാപാല ഉപനിഷത്തിൽ പറഞ്ഞ മാതിരിയാണോ ഇന്ന് ജീവിക്കുന്നേ? ക്രിസ്ത്യാനികൾ ബൈബിളിൽ പറഞ്ഞ മാതിരിയാണോ ജീവിക്കുന്നേ? ഖുറാനിൽ പറഞ്ഞ മാതിരിയാണോ മുസ്ലിങ്ങൾ ജീവിക്കുന്നത്? നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതിൽ നന്മകൾ എടുത്തിട്ടല്ലേ ജീവിക്കുക? ഞാൻ രുദ്രാക്ഷത്തെക്കുറിച്ച് വീണ്ടും ഞാൻ പിന്നീട് പറയാം. കയ്യടിക്ക് വേണ്ടിയിട്ടൊക്കെ പറയണമായിരുന്നുവെങ്കിൽ എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് ഏറ്റവും എളുപ്പ വഴി മാർക്സിസ്റ്റ് പാർട്ടി ചേരുകയല്ലേ. അങ്ങനെ ചേർന്ന് പ്രവർത്തിച്ച ഒരു സന്യാസിയല്ലേ ഇപ്പൊ എവിടെ ഇല്ലാതെയായിരിക്കുന്നേ? കയ്യടിക്ക് വേണ്ടി പറഞ്ഞു തുടങ്ങിയതാണ്. അങ്ങനെ പറയുന്നവരാണെങ്കിൽ ഞാൻ ഒന്നിനും എതിർത്തിട്ടില്ല. അതാണ് അവസാനത്തെ വാക്കെന്ന് പറഞ്ഞ് പോവല്ലേ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ചേർത്ത് ഞാൻ ഇനി വിവരിക്കാം. അപ്പൊ അനാവശ്യമായ ആചാരങ്ങൾ ഒഴിവാക്കണം. ദുരാചാരങ്ങൾ, അമ്പലത്തിൽ കല്ല് നിവേദിക്കുക, അശ്ലീല പാട്ട് പാടുക, അമ്പലത്തിൽ കോഴി വെട്ടുക, ആടിനെ ഇറക്കുക, ഇതൊന്നും നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമല്ല. ഇതൊക്കെ പൈതൃകത്തിൻ്റെ ഭാഗം. ചിലർ ന്യായീകരിക്കുന്ന തന്ത്രിമാർ വരെ ഉണ്ട്. അതൊക്കെ വേറെ പ്രശ്നം. പക്ഷെ നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമല്ല. വെടിക്കെട്ട്, ആനയെ എഴുന്നള്ളിക്കുക,
കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്തും ആന എഴുന്നള്ളിക്കാറില്ലല്ലോ. കേരളത്തിൽ മാത്രം എന്താ ഇങ്ങനെ? കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്തും ഇത്രയും വലിയ വെടിക്കെട്ടൊന്നും ഇല്ലല്ലോ. അന്തരീക്ഷത്തെ മലിനീകരിച്ച് ക്യാൻസർ ഉണ്ടാക്കുന്ന സെലീനിയം പോലെയുള്ള കോമ്പൗണ്ടുകളെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ വെടിക്കെട്ടിലൂടെ ആസ്വദിക്കാനായിട്ട് 1.5-2 മണിക്കൂർ ആസ്വദിക്കുമ്പോൾ വർഷങ്ങളോളം അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ. എന്തൊക്കെ തരത്തിലുള്ള രോഗം അതേമാതിരിയാണ് കേരളത്തിൽ വെടിക്കെട്ടിൻ്റെ. അങ്ങനെയുള്ള ദുരാചാരങ്ങൾ ഒഴിവാക്കാം. അപ്പം മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സംസ്കാരത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന് സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്ന ആചാരങ്ങൾ, അവയ്ക്ക് ചേരാത്തത് അനാചാരങ്ങൾ, ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്നത് ദുരാചാരങ്ങൾ. അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ, പിന്നെ 6. അങ്ങനെ 8 പോയിന്റാണ് ആചാരങ്ങൾ മക്കളെ പഠിപ്പിക്കേണ്ടത്, കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. പ്രണാമം, നമസ്കാരം.